തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫെറോനയുടെ വികാരിയായ മാണി മേൽവട്ടമച്ചൻ ഇപ്പോൾ ചേരുകയാണ്. അച്ഛാ, ഫെറോനയുടെ കീഴിൽ നിന്ന് ഒരുപാട് വിശ്വാസികൾ വന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു 5000-ഓളം വിശ്വാസികൾ വന്നിട്ടുണ്ട് ഈ ഒരു റാലി. എങ്ങനെയാണ് തലശ്ശേരി അതിരൂപത ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു റാലിയിൽ ഈ ഒരു ചൂടിനെ അവഗണിച്ചു പോലും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്? കണ്ണൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് ഈ ഒരു സാമുദായിക ശാക്തീകരണ മഹാറാലി. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു സമുദായത്തിന്റെ സമര പരിപാടി മാത്രമല്ല, ഇവിടുത്തെ പാവപ്പെട്ട കർഷകനും അവഗണിക്കപ്പെടുന്ന സാധാരണക്കാരനും അവഗണിക്കപ്പെടുന്ന ഇനി സമൂഹത്തിൻ്റെ മുഖ്യധാരത്തിലേക്ക് വരാനുള്ള മനുഷ്യന് വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. നമുക്കറിയാം, അന്നത്തിന് പകരം വെക്കാൻ ഒന്നും ഈ ലോകം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കർഷകനും പകരം വെക്കാൻ മറ്റാരുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞു. എന്തുകൊണ്ടാണ്? അധ്വാനിക്കുന്ന വിയർപ്പൊക്കെ ഒഴുക്കുന്ന കർഷകൻ അവിടെയാണുള്ളത്. ഇത് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഈ കർഷകനെ പിന്തുണയ്ക്കാൻ ഇവിടെ പൊതുസമൂഹമോ അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരികളോ ഉദ്യോഗസ്ഥ വൃന്ദമോ ഇല്ല എന്ന് മാത്രമാണ്. കർഷകന്റെ തലയിലേക്ക് തത്വദീക്ഷയില്ലാതെ നിയമനിർമ്മാണം നടത്തി അടിച്ചേറ്റുന്ന അവകാശ ലംഘനങ്ങളുടെ നിയമലംഘനങ്ങളുടെ പരമ്പര വന്നടയുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തിയാൽ മതിയോ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, പ്രശ്ന പരിഹാരത്തിൻ്റെ പക്ഷത്തല്ലാത്തവൻ പ്രശ്നത്തിൻ്റെ പക്ഷത്താണ്. ഞങ്ങളിവിടെ പ്രശ്ന പരിഹാരത്തിൻ്റെ പക്ഷത്താണ്. പാവപ്പെട്ടവന് വേണ്ടി, കർഷകന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടിയുള്ള പ്രശ്ന പരിഹാരത്തിൻ്റെ പക്ഷത്ത്. നമുക്കറിയാം, ഇപ്പോൾ ലാൻഡ് വാല്യൂ, ഇപ്പോൾ തോമാപുരം ടൗണിലെ ലാൻഡ് വാല്യൂയാണ് അങ്ങ് ചട്ടമല മണ്ടയ്ക്കുള്ള ലാൻഡ് വാല്യൂ. ഒരു കർഷകർ ഒരു തുണ്ട് ഭൂമി പോലും വിൽക്കാൻ പറ്റുന്നില്ല. ഈ 424 kV ഇലക്ട്രിക് ലൈനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കിലോമീറ്ററുകൾ കർഷകന്റെ ഏക്കർ കണക്കിന് ഭൂമി എടുത്ത് സർക്കാർ പിടിച്ചെടുത്തിട്ട് ഒരു തുണ്ട് ഭൂമിക്ക് പോലും നഷ്ടപരിഹാരം നൽകുന്നില്ല. ഇവിടെ ഞാൻ ഇന്ന് ഈ ദിവസങ്ങളിൽ വീട് സന്ദർശനത്തെ ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ചേച്ചി വീട്ടിലേക്ക് വരാൻ കുറേ വൈകി. ഞാൻ ചോദിച്ചെന്താ? അച്ഛാ, ആറ്റുനോറ്റുണ്ടാക്കിയ ഒരു വാഴക്കൊലയാണ്. ഒരു സൈന്യം കുരങ്ങ് വന്നിട്ട് അത് ആക്രമിച്ചുകൊണ്ടിരിക്കുക, അതിനെ തുരത്താൻ നോക്കിയാൽ നടന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഇവിടെ കാട്ടുപന്നിയും പുലിയും ആനയും മാത്രമല്ല, കാട്ടുകുരങ്ങും മയിലും എല്ലാം പ്രശ്നം ഉണ്ടാക്കുകയാണ്. കർഷകന് ഒരു നീതി ലഭിക്കണം. അല്ല, കർഷകന്റെ കുടിയിറക്കല്ല കാണുന്നത്, ശവടക്കാണ് കാണുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് ഈ കണ്ണൂർ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട്, കേരളത്തെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഈ മഹാറാലി. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഇലക്ഷന്റെ പടിവാതിൽക്കലാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കായാലും കർഷകനെ അവഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്നൊരു വ്യക്തമായ സന്ദേശം നൽകുന്നില്ലേ? തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ കർഷകന്റെ അവകാശങ്ങൾ ലംഘിച്ച് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകണ്ട. അതുകൊണ്ട് തന്നെ അതിന് തക്ക നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടൊരു കർഷക പെൻഷൻ കൊടുക്കുന്നില്ല? ഈ കേരളത്തിലെ കർഷകനെ, ഭാരതത്തിലെ കർഷകനെ ഇതുവരെ നിർവചിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമോ? കർഷകൻ ആരാണെന്ന് നിർവചിച്ചിട്ടില്ല. എന്തുകൊണ്ട് നിർവചിക്കുന്നില്ല? കർഷകന്റെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ഷൻ നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും പണം കിട്ടാനില്ല. അവൻ സാധുവാണ്. അതുകൊണ്ട് തന്നെയാണ് കൊലക്കയറിലേക്ക് അവൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ മണ്ണ് സാക്ഷി എന്ന പേരിലൊരു ടെലിഫിലിം ചെയ്തിട്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ട് #വിപ്ലവം നടത്തുകയാണ്. ആ #, വിപ്ലവത്തിലൂടെ പൊതുസമൂഹത്തിൻ്റെ ഭാരതം ഒട്ടുക്കലേക്കും തീർച്ചയായിട്ടും കർഷകന്റെ പ്രശ്നങ്ങൾ, അവൻ്റെ കണ്ണീര് എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിലൂടെ ജനം തിരിച്ചറിയണം, ഉദ്യോഗസ്ഥ വൃന്ദം തിരിച്ചറിയണം, മാറ്റങ്ങൾ വരണം. എന്തുകൊണ്ട് യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നു? അവനിവിടെ നിൽക്കക്കള്ളി ഇല്ലാത്തതുകൊണ്ട് പോകുന്നതാണ്. കർഷകൻ ഇവിടെ തകർന്നടിയുമ്പോൾ അവൻ്റെ മക്കളായിട്ടെങ്കിലും 10 പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവിടെ യുവാക്കൾക്ക് ന്യായമായി ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം വിധത്തിൽ അവരെ പിടിച്ചു നിർത്താൻ പറ്റും, അത് കർഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഒരു മെക്കനൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? അന്നേരം ഇത്തരത്തിലുള്ള മെഷീൻ വൽക്കരണത്തിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. ഇസ്രായേൽ പോലുള്ള നാടുകളിൽ എങ്ങനെയാണ് കൃഷി നടക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെ അമേരിക്കയിലൊക്കെ കർഷകനെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടവനാണ്. ഇവിടെ കർഷകനെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ളവനാണ്. തീർച്ചയായിട്ടും വളരെ കർഷകന് വേണ്ടി, അതായത് ഭാരതത്തെ താങ്ങി നിർത്തുന്ന പാവപ്പെട്ട കർഷകരോടുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെയും അധികാരികളുടെയും അവഗണനയ്ക്കെതിരെ ശക്തമായ ഭാഷയിലാണ് തോമാപുരം ഫെറോന വികാരിയായ മാണി മേൽവട്ടമച്ചൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്.